നമസ്കാരം. AS മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഇന്ന് നടന്ന സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 10 ക്വസ്റ്റ്യൻസ് മാത്സ് ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, -5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. -5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. ഈ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3. ഈ 4നേക്കാൾ 1 കുറയ്ക്കുക, 4ൽ നിന്ന് 1 കുറയ്ക്കുക 3. ആ 3 തൊട്ട് 0 വരെയുള്ള സംഖ്യകളായിരിക്കും എപ്പോഴും ശിഷ്ടമായിട്ട് വരുന്നത്. 5 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യ 5 കൊണ്ട് ഹരിച്ചാലും കിട്ടുന്ന ശിഷ്ടം 0 തൊട്ട് 5ന്റെ തൊട്ട് താഴെ നിൽക്കുന്ന 4 വരെയുള്ള സംഖ്യകളായിരിക്കും. 0, 1, 2, 3, 4 ഇത്ര വരത്തുള്ളൂ. 10 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം 0 to 9 ആയിരിക്കും. 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5, 6, 7, 8, 9 ഇത്രയും വരാൻ സാധ്യതയുണ്ട്. അപ്പം 4 കൊണ്ട് ഹരിക്കപ്പോൾ നമുക്ക് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ശിഷ്ടം വരുന്നത്. -1 -3 വരത്തില്ല. അപ്പൊ വെട്ടാം. 1 ആണോ 3 ആണോ എന്ന് മാത്രമാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ ചുമ്മാ ഞാനൊന്ന് പറയട്ടെ. ഈ P യെ നമ്മൾ ഒരു A യെ നിങ്ങൾ B കൊണ്ട് ഹരിച്ച്, A യെ നിങ്ങൾ B കൊണ്ട് ഹരിച്ച്, A യെ B കൊണ്ട് ഹരിച്ച്, അപ്പൊ നമുക്ക് ഹരണഫലമായിട്ടൊരു Qവും ശിഷ്ടമായിട്ടൊരു R കിട്ടിയെന്ന് വെച്ചോ. അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട, ഇച്ചിരി കൂടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ P യെ നിങ്ങൾ A കൊണ്ട് ഹരിച്ച്, P യെ നിങ്ങൾ A കൊണ്ട് ഹരിച്ച്, അപ്പൊ P എന്ന് പറയുന്ന ഒരു സംഖ്യ നിങ്ങൾ A കൊണ്ട് ഹരിച്ച്, അപ്പൊ ഹരണഫലമായിട്ടൊരു Qവും ശിഷ്ടമായിട്ടൊരു Rഉം കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഈ P എന്ന് പറയുന്ന സംഖ്യ, അതായത് എന്തിനെയാണോ ഹരിക്കാൻ എടുത്തത് ആ P എന്ന് പറയുന്ന സംഖ്യ ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതെന്ന് എഴുതാം. AQ + R എന്ന് എഴുതാം. ഇതാ സത്യം. ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. നിങ്ങൾ 10നെ ഒരു 7 കൊണ്ട് ഹരിച്ച്, 7 ശിഷ്ടം 3 എന്ന് വെച്ചാൽ ഈ 10 എന്ന് പറയുന്നത് 7 × 1 പ്ലസ് ഈ 3 ആയിരിക്കും. 7 × 1 7, 7 + 3 10. ഈ 3 ആണ് റിമൈൻഡർ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഈ -5നെ നമുക്ക് എഴുതാൻ കഴിയണം. നിങ്ങൾ നോക്കുവാണെങ്കിൽ -5നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. 4 × -2, 4 × -2 -8 ആണ്. -8 എന്ന് ഇട്ടു. ഇത് ആ -8നോടൊപ്പം 3 ആഡ് ചെയ്യപ്പോൾ -5 വരും. 4 × -2 + 3 -5 കിട്ടും. അപ്പൊ ഈ കിടക്കുന്ന സംഭവമായിരിക്കും നമ്മുടെ ശിഷ്ടം എന്ന് പറയുന്നത്. ശിഷ്ടം 3. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനസ്സിലായിട്ടില്ല എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് പിടികിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? Pനെ നമ്മൾ A കൊണ്ട് ഹരിക്കുന്നു, അപ്പം Q ഹരണഫലവും R ശിഷ്ടമാണെങ്കിൽ ഈ P നമുക്ക് ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ഇതെന്ന് എഴുതാം. P = AQ + R എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. ഇതിൽ R ആണ് ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഏത് സംഖ്യയെ നിങ്ങളൊരു സംഖ്യ കൊണ്ട് ഹരിക്കപ്പം കിട്ടുന്ന ശിഷ്ടവും ഈ ഹരണഫലവും ഇതൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേ പോണക്ക് നിങ്ങൾ -5നെ 4 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പൊ 4 കൊണ്ട് ഹരിക്കപ്പോൾ ശിഷ്ടത്തെ കുറിച്ച് ആദ്യം നിങ്ങൾക്ക് ധാരണ വേണം. 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, ഇത്രയും സംഖ്യകളെ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് -5നെ 4 × ഇത് നെഗറ്റീവ് നമ്പർ ആയിട്ട് -1 വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. 4 × -1 ചെയ്യാം. 4 × -1 എത്ര? -4. അതിനോടൊപ്പം എന്തെങ്കിലും ആഡ് ചെയ്താൽ -5 കിട്ടുമോ നോക്കണം. ഈ 4 എണ്ണത്തിൽ ആരെങ്കിലും ആഡ് ചെയ്താൽ -5 കിട്ടുമോ? -4നോടൊപ്പം എന്തെങ്കിലും ആഡ് ചെയ്താൽ -5 കിട്ടും. ഇല്ലല്ലോ. 4 × -1 എന്ന് പറഞ്ഞാൽ -4. -4നോടൊപ്പം നിങ്ങൾ 1 കുറച്ചാലേ -5 കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഏതെങ്കിലും വന്നാൽ അത് നമുക്ക് ശിഷ്ടമായിട്ട് പരിഗണിക്കാറുണ്ട്. അപ്പൊ ഇത് തെറ്റി. ഇനി -5നെ നിങ്ങൾക്ക് 4 × ഒരു സെക്കൻഡ് നമ്പർ -2 എടുക്കാം. 4 × -2 എന്ന് പറഞ്ഞാൽ -8. -8നോടൊപ്പം എന്ത് ചെയ്യപ്പോൾ -5 കിട്ടും. ഒരു 3 ആഡ് ചെയ്യപ്പം കിട്ടത്തില്ലേ? ഇത് നമ്മുടെ റിമൈൻഡർ ആയിരിക്കും. +3. ഓക്കെ, നിങ്ങൾക്ക് -5നെ അടുത്ത സംഖ്യ എടുത്തതെന്ന് നോക്കിക്കോ. 4 × -3 എടുത്ത് -12 കിട്ടും. -12നോടൊപ്പം എത്ര ചെയ്യപ്പോഴായി 5 കിട്ടുന്നത്? 7 ചെയ്യപ്പെടില്ലേ? അല്ല, -12 എത്ര? -12 എന്ന് പറഞ്ഞ -12 + 7 തന്നെ. 7 ചെയ്യപ്പോഴല്ലേ ഈ -5 കിട്ടുന്നത് അല്ലേ? പക്ഷെ നമുക്ക് 4 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം ഈ 4 എണ്ണത്തിൽ ഒരാളെ വരാൻ പാടുള്ളൂ. അപ്പൊ അത് കടന്നു പോയില്ലേ? അതല്ല. അപ്പൊ ആ ഒരു രീതിയിൽ കിട്ടുന്നത് ഇതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ശിഷ്ടം. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പൊക്കോ. ഞാൻ മറ്റൊരു കാര്യം നിങ്ങളടുത്ത് പറയുകയാണ്. നമ്മൾ -15നെ ഒരു -16നെ ഒരു
3 കൊണ്ട് ഹരിക്കുന്നു, അപ്പൊ കിട്ടുന്ന ശിഷ്ടം കണ്ടുപിടിക്കണം. -16നെ 3 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം. ഓക്കെ, നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞ്. എന്നാലും നിങ്ങൾ നോക്കിക്കോ, -16നെ 3 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കണം 3 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം ഏതൊക്കെ വരാം. 0 വരാം, 1 വരാം, 2 വരാം, ഇത്രേ വരാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ -16 = 3 × ആദ്യം -1 എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് -3 കിട്ടും. -3. ഓക്കെ, ഇതിനേക്കാൾ വലുതാകുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ആക്കി എടുക്കുന്നത് എപ്പോഴും നല്ലത് കേട്ടോ. ഇതിനേക്കാൾ വലിയൊരു നമ്പർ 3 × -1 എപ്പോഴും -16നേക്കാൾ അല്ല, 16നേക്കാൾ വലിയൊരു നമ്പർ, 16നേക്കാൾ വലിയൊരു നമ്പറിലോട്ട് ചിന്തിക്കണം. മീൻസ് 17, 18, 19 ആ ഒരു സംഖ്യ. -16നെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ചെറുതാണേ. -16നേക്കാൾ ചെറിയത് വരുന്നത് ഏതാണെന്ന് നിങ്ങൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ -1 വെച്ച് ചെയ്താൽ പറ്റത്തില്ലല്ലോ. ഏകദേശം 16നേക്കാൾ മുകളിൽ നിൽക്കണമെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ 18 ഉണ്ട്. അപ്പൊ -6 എടുക്കണം. 3 × -6 -18 വരും. -18നോടൊപ്പം എത്ര ആഡ് ചെയ്യപ്പോൾ ഈ -16 കിട്ടും? +2 ആഡ് ചെയ്യപ്പെടല്ലേ. അപ്പം -16നെ 3 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം 2 ആയിരിക്കും. 2. ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടോണേ. -20നെ 7 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 7 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഇത്ര സംഖ്യകൾ ഒരെണ്ണമായിരിക്കും വരുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് -20 ദാറ്റ് ഈസ് ഈക്വൽ ടു 7നെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -20ന്റെ തൊട്ട് താഴെയുള്ള ആളെ കിട്ടും. -20ന്റെ തൊട്ട് താഴെ മീൻസ് 20നേക്കാൾ വലിയൊരു സംഖ്യ 7ന്റെ മൾട്ടിപ്പിൾ ആവുന്ന നോക്കിയാൽ 3 അല്ലേ? 3. അപ്പം 7 × -3 അടിക്കുക. അപ്പൊ 7 × -3 -21 വരും. ആ -21നോടൊപ്പം 1 ആഡ് ചെയ്യപ്പോൾ -20 വരത്തില്ലേ? 1. അപ്പം -20നെ 7 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം 1 ആയിരിക്കും. 1. 7 × -3 -21 +1 അടിക്കപ്പോൾ -20. ശരിയല്ലേ? ഇതൊരു പോസിറ്റീവ് നമ്പർ ആയാലോ? പോസിറ്റീവ് നമ്പർ ഇട്ട് നോക്കാം. 15നെ 4 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം. 15നെ 4 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം. 4 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. ഇത്രയും സംഖ്യകളെ പാടുള്ളൂ. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് 15 = 4 × ഈ 15ന്റെ തൊട്ട് താഴെ നിൽക്കുന്ന 4ന്റെ മൾട്ടിപ്പിൾ 12 ആണ്. എത്ര? 3. 3 12. ഈ 12നോടൊപ്പം എത്ര കൂട്ടിയാൽ 15 കിട്ടും? 3. അപ്പൊ ആ 3 ശിഷ്ടം. 15നെ 4 കൊണ്ട് ഹരിക്കപ്പോൾ ഉള്ള ശിഷ്ടം 3. അതേ ഇവിടെ സംഭവിച്ചോളൂ. ഓക്കെ, 25നെ 4 കൊണ്ട് ഹരിക്കുന്നു, അപ്പൊ കിട്ടുന്ന ശിഷ്ടം. 25നെ 4 കൊണ്ട് ഹരിക്കുന്നു, അപ്പൊ കിട്ടുന്ന ശിഷ്ടം. 4 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. ഓക്കെ, അപ്പൊ 25 = 4 × 25ന്റെ തൊട്ട് താഴെ നിൽക്കുന്ന 4ന്റെ മൾട്ടിപ്പിൾ 24 അല്ലേ? 6. 6 4 24. 24 + 1 അല്ലേ 25. അപ്പൊ ഈ 1 ശിഷ്ടം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സംഖ്യയിലോട്ട് നോക്കാം. -5നെ 4 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. -5ന്റെ താഴെ നിൽക്കുന്ന 4ന്റെ മൾട്ടിപ്പിൾ. -5ന്റെ താഴെ നിൽക്കുന്ന 4ന്റെ മൾട്ടിപ്പിൾ -8 അല്ലേ? -5ന്റെ താഴെ നിൽക്കുന്നത് -5നേക്കാൾ ചെറുതാവുന്ന 4ന്റെ മൾട്ടിപ്പിൾ -8 അല്ലേ? അപ്പൊ 4 × -2 ചെയ്യപ്പോൾ കിട്ടും -8. അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യപ്പോഴാണ് -5ലോട്ട് എത്തുന്നത്? +3 ആഡ് ചെയ്യപ്പെടില്ലേ? അപ്പൊ ആ +3 ആണ് നമ്മുടെ ശിഷ്ടം. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കഥ. അപ്പൊ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിൽ എത്താൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇനി 2ാം ചോദ്യത്തിലേക്ക് നോക്കാം. 2ാമത്തെ ചോദ്യം, 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനം 60 ക്വിന്റലിൽ വരും? 3 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ എന്തോന്ന് ആദ്യം അറിയണം. 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. അപ്പൊ 3 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 3 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാമാണ്. അപ്പൊ 3 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 3 × 1000 കിലോഗ്രാം 3000 കിലോഗ്രാം. ഓക്കെ, ഇനി 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമാണ്. അപ്പൊ 60 കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 60 കിൻഡൽ എന്ന് പറഞ്ഞാൽ 6000 കിലോഗ്രാം. 6000 കിലോഗ്രാം. ഇത്രയാണ് കഥ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനം 60 കിൻഡലിൽ വരും?
60 കിൻഡലിൽ 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനം ഉണ്ടെന്നാ ചോദ്യം. 60 കിൻഡലിൽ 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനം ഉണ്ട്? അപ്പൊ 3 മെട്രിക് ടണ്ണിനെ നമുക്കൊരു 100% എന്ന് വിളിച്ചാൽ 60 കിൻഡലിൽ മീൻസ് 6000 കിലോഗ്രാമിൽ ഇതിന്റെ എത്ര ശതമാനം ഉണ്ടെന്നാ. അപ്പൊ ഇതിന്റെ എത്ര ശതമാനം ഇതിനകത്തുണ്ട്? ക്ലിയർ അല്ലേ? ഇതിന്റെ എത്ര ശതമാനം ഇതിനകത്തുണ്ട്? ഇതിന്റെ എത്ര ശതമാനമാണ് ഇത് എന്നാ ചോദ്യം. ഇതിന്റെ എത്ര ശതമാനമാണ് ഇത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 100% 3000 കിലോഗ്രാം. അപ്പൊ ഇതിന്റെ എത്ര ശതമാനമാണ് 3000 കിലോഗ്രാം എന്ന് പറയുന്നതിന്റെ എത്ര ശതമാനമാണ് 6000 കിലോഗ്രാം എന്നാ? ഇതിന്റെ ഇരട്ടിയല്ലേ? ഇത് 200% വരത്തില്ലേ? 200%. ഓപ്ഷൻ ഡി ഉത്തരം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ചോദ്യം ഇതാണ്: 60 കിൻഡലിൽ 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനം വരും? ഓക്കെ, എന്ന് വെച്ചാൽ 60 കിൻഡൽ എന്ന് പറയുന്നത് 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനമാണ്? അപ്പൊ 3 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 3000 കിലോഗ്രാം. ആ 3000 കിലോഗ്രാമിന്റെ എക്സ് ശതമാനമാണ് യഥാർത്ഥത്തിൽ 60 കിൻഡൽ എന്ന് വെച്ചാൽ 6000 കിലോഗ്രാം. ഇതാ ചോദ്യം. ഈ എക്സ് ആണ് കണ്ടെത്തേണ്ടത്. 3000 കിലോഗ്രാമിന്റെ എത്ര ശതമാനമാണ് 6000 കിലോഗ്രാം എന്നാണ് ചോദ്യം. ഓക്കെ, ഈ 2 0 ഇവിടെ കട്ട് ചെയ്ത് പോയി. ഈ 30ഉം 60ഉം കൂടെ കട്ട് ചെയ്ത് പോയി 2 2 0 ചേർത്ത് 200 എന്ന് കിട്ടും. മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 200%. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണേ? 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനം 60 കിൻഡലിൽ വരും? 3 മെട്രിക് ടൺ 100% എടുത്താൽ അതിന്റെ ഡബിൾ ആണ് 60 കിൻഡൽ എന്ന് പറയുന്നത്. മീൻസ് 200%. അത്രേ ഉള്ളൂ കഥ. ഓക്കെ, എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 5, 8, 15 എന്നിവയുടെ 4ാമത്തെ അനുപാതം. വളരെ സിമ്പിൾ ആണ്. നിങ്ങളിത് റേഷ്യോ ആക്കുക. 5:8. 4 അനുപാതം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണേ. ഈക്വൽ ടു 15 ഒരു 4ാമതൊരു നമ്പർ ഉണ്ട്, അതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ്. ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5:8 ദാറ്റ് ഈസ് ഈക്വൽ ടു 15:x. 4ാമത്തെ അനുപാതം എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഒരു നമ്പർ ഞാൻ എക്സ് എന്ന് വിളിച്ച്, എന്നിട്ട് ഇതിനെ അങ്ങ് റേഷ്യോ ആക്കുക. അങ്ങനെ ഇതേ ഈസ്റ്റു ഇതേ ഈക്വൽ ടു ഇതേ ഈസ്റ്റു ഇത്. അത് എക്സ്. 4 അനുപാതം എന്ന് പറഞ്ഞാൽ 4ാമത്തെ നമ്പർ നമുക്ക് ആവശ്യം എക്സ്. അപ്പൊ അത് സോൾവ് ചെയ്യണം. 5:8 എന്ന് പറഞ്ഞാൽ നമുക്ക് 5/8 എന്ന് എഴുതാം. 15:x എന്ന് പറഞ്ഞാൽ 15/x എന്ന് എഴുതാം. ശരിയല്ലേ? ഇത് ക്രോസ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. x × 5 5x. 8 × 15 8 × 15. ഇപ്പൊ x ആണ് നമ്മുടെ ലക്ഷ്യം. 5 അങ്ങ് അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 8 × 15 ഡിവൈഡ് ബൈ 5. 5ഉം 15 കൂടെ കട്ട് ചെയ്ത് 3. 3 × 8 എത്ര? 24. അപ്പൊ അങ്ങനെ ഒരാളുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? 4ാമത്തെ ചോദ്യം. എയും ബിയും ചേർന്ന ഒരു ജോലി 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എക്ക് ബിയുടെ 1 4 3 മടങ്ങ് കാര്യക്ഷമതയുണ്ട്. അതേ ജോലി എക്ക് മാത്രം എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയും? ഇവിടെ കണ്ടോ, കാര്യക്ഷമതയുടെ കാര്യം പറയുന്നുണ്ട്. കാര്യക്ഷമത. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എഫിഷ്യൻസി, കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി, അത് നമുക്ക് ആദ്യം തന്നെ എഴുതാം. അതായത് എ ഉണ്ട്, ബി ഉണ്ട്. ഇവരുടെ എഫിഷ്യൻസി നമുക്ക് പെട്ടെന്ന് എഴുതാം. കാര്യക്ഷമത. ഓക്കെ, എക്ക് ബിയുടെ 1 4 3 മടങ്ങ് കാര്യക്ഷമതയുണ്ടെന്നാ. 1 4 3 മടങ്ങ്. ഈ 1 4 3 എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് ഒറ്റ ഫ്രാക്ഷൻ ആക്കുക. 1 × 4 4. ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇത് കൂട്ടുക. 1 × 4 4 4 3 7 എന്ന് വെച്ചാൽ 7/4 മടങ്ങ് കാര്യക്ഷമതയുണ്ടെന്നാ. 7/4 മടങ്ങ്. ഓക്കെ, അപ്പം എക്ക് ബിയുടെ 1 4 3 മടങ്ങ്. 1 4 3 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എത്ര? 7/4 മടങ്ങ്. 7/4 മടങ്ങ് കാര്യക്ഷമതയുണ്ട് എക്ക് ബിയുടെ. അപ്പൊ ബിയുടെ കാര്യക്ഷമത 4 ആണെന്ന് വിചാരിക്കുക. അതെന്തിനാ 4 എടുത്തതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. എക്ക് ബിയുടെ കാര്യക്ഷമത 4. അതിന്റെ 7ൽ 4 മടങ്ങുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ 4 4 ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പാകത്തിനൊരു നമ്പർ എടുക്കുക. 4 ഇഷ്ടപ്പെട്ടില്ല 8 എടുത്തോ, അല്ലെങ്കിൽ 12 എടുത്തോ, ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പൊ അതിന്റെ 7/4 മടങ്ങ് കാര്യക്ഷമത എക്കുണ്ട്. എക്ക് ബിയുടെ 1 4 3 മടങ്ങ് കാര്യക്ഷമതയുണ്ട്. 1 4 3 എന്ന് പറഞ്ഞാൽ 7/4 മടങ്ങ് കാര്യക്ഷമതയുണ്ട്. അപ്പൊ ബിക്ക് ഞാൻ 4 എടുത്ത്, അപ്പൊ അതിനെ 7/4 കൊണ്ട് മൾട്ടിപ്ലൈ അപ്പം എയുടെ കാര്യക്ഷമത കിട്ടും 7. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്,
നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തോ കണ്ടെത്തേണ്ടതെന്ന് ആദ്യം നോക്കാം. എ ഒറ്റയ്ക്ക് അതേ ജോലി എക്ക് മാത്രം എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന ചോദ്യം. എയുടെ ദിവസം കണ്ടെത്താൻ നമുക്ക് ഒറ്റ റിസൾട്ടേ ഉള്ളൂ. വർക്കിനെ അത് ചെയ്യാൻ വരുന്ന ആളുകളുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമുക്ക് ദിവസം കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ വർക്കിനെ നിങ്ങൾ ആലോചിക്കണം, വർക്കിനെ എയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എയുടെ എഫിഷ്യൻസി, കാരണം എയുടെ ദിവസം നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇപ്പൊ വർക്കിനെ എയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് 7, പക്ഷെ വർക്ക് കിട്ടണം. അപ്പൊ വർക്ക് കിട്ടത്ത എളുപ്പമാണ്. യഥാർത്ഥത്തിൽ ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് കേട്ടോ. ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 7 യൂണിറ്റ് ആയിട്ട് വിചാരിക്കാം, അല്ലെങ്കിൽ 7 കസേര നിർമ്മിക്കാമെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. അതാ ഈ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 യൂണിറ്റ് വർക്ക് എ ഒരു ദിവസം തീർക്കും, ബി 4 യൂണിറ്റ് വർക്ക് തീർക്കും, അതതിനർത്ഥം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എയും ബിയും ചേർന്ന് 7 ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയും ബിയും കൂടെ ചേർന്ന് 7 ദിവസം കൊണ്ട് ജോലി തീർക്കും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനകത്തെല്ലാം എഫിഷ്യൻസി, കാര്യക്ഷമതയാണ് ചോദ്യത്തിൽ തന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എഫിഷ്യൻസി എഴുതുക. എന്നിട്ട് അതിനകത്തൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ദിവസം വെച്ച് നമുക്ക് വർക്ക് പറയാം. എങ്ങനെയാ വർക്ക് പറയുന്നതെന്ന് വെച്ചാൽ ഈ 7 എടുത്തത് ചെയ്യുന്ന ആൾക്കാരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 × A+B ഇതായിരിക്കും വർക്ക്. ഇതിന്റെ റീസൺ കാണിച്ചു തരാം. A+B എന്ന് പറഞ്ഞാൽ 7 4 ആഡ് ചെയ്യണം. 7 + 4 എന്ന് വെച്ചാൽ 7 × 7 + 4 11. 11 7 77. 77 യൂണിറ്റ് വർക്ക് അവിടെ കാണും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതാ അതിന്റെ വർക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കാര്യക്ഷമത തരുന്ന ചോദ്യത്തിനകത്തെല്ലാം നിങ്ങൾ ആദ്യം അവരുടെ കാര്യക്ഷമത അഥവാ എഫിഷ്യൻസി എഴുതുക. ഇവിടെ ഞാൻ എഫിഷ്യൻസി എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ചോദ്യത്തിൽ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ദിവസം വെച്ച് വർക്ക് എഴുതുക. അതായത് ഈ 7 എടുത്ത് അത് ആ ചെയ്യുന്ന ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വർക്ക് കിട്ടും. 7 × A+B വർക്കാ. എയും ബിയും എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും കാര്യക്ഷമതയെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ കഥ. ഇനി ഇതിന്റെ റീസൺ ഞാനൊന്ന് പറയട്ടെ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം ചെയ്യുന്ന കസേരയാണെന്ന് വിചാരിച്ചോ, ഒരു ദിവസം അവർ നിർമ്മിക്കുന്ന കസേരയുടെ എണ്ണമാണെന്ന് വിചാരിച്ചോ. അപ്പൊ എ ഒരു ദിവസം 7 കസേര നിർമ്മിക്കും, ബി ഒരു ദിവസം 4 കസേര നിർമ്മിക്കും. എക്കും ബിക്കും കൂടെ 7 ദിവസം വേണം വർക്ക് തീർക്കാൻ. എയും ബിയും കൂടെ അപ്പം മൊത്തത്തിൽ 11 കസേര നിർമ്മിക്കും. അപ്പൊ അവര് ഒരു ദിവസം 11 കസേര നിർമ്മിക്കും, എയും ബിയും കൂടെ. കാരണം എ 7 ബി 4. അപ്പൊ എയും ബിയും കൂടെ ഒരു ദിവസം 11 കസേര നിർമ്മിക്കും. അവർക്ക് 7 ദിവസം ഉണ്ടായാലേ വർക്ക് തീർക്കാൻ പറ്റൂ. അപ്പൊ 11 കസേര ഒരു ദിവസം നിർമ്മിക്കും. 7 ദിവസം ഉണ്ടെങ്കിലേ വർക്ക് തീരൂ. അപ്പൊ 11 കസേര വെച്ച് 7 ദിവസം, 11 7 77 കസേര ആയിരിക്കും അവിടെ നിർമ്മിക്കപ്പെടേണ്ടത്. അതാ വർക്ക്. ഓക്കെ, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, എയുടെ ദിവസം കണ്ടെത്താൻ വർക്കിനെ ആ എയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ വർക്ക് നമ്മൾ ബുദ്ധിപരമായി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 77 യൂണിറ്റ് ബൈ എ എന്ന് പറഞ്ഞാൽ എയുടെ എഫിഷ്യൻസി 7. 77/7 എത്ര? 11 ദിവസം എന്ന് ഉത്തരം വരും. 11 ദിവസം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 11 ദിവസം. പറഞ്ഞപ്പോൾ ഞാൻ വലുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. വളരെ ഈസിയാണ് കേട്ടോ. അവർ തന്നേക്കുന്ന ഈ നമ്പർ വെച്ച് എഫിഷ്യൻസി പെട്ടെന്ന് എഴുതാം. പിന്നെ ചോദ്യം ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. ദിവസം എടുത്ത് അത് ചെയ്യുന്ന ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്താൽ വർക്ക് കിട്ടും. അപ്പൊ 7 × A+B ആണ് വർക്ക്. എപ്പോഴും അങ്ങനെ തന്നെ, ദിവസം എടുത്ത് അത് ചെയ്യുന്നവരെ മൾട്ടിപ്ലൈ ചെയ്താൽ വർക്കാണ്. അപ്പൊ 7 × A+B വർക്ക്. A+B എന്ന് പറഞ്ഞാൽ 7 4 11. അപ്പൊ 7 × 11 77 യൂണിറ്റ് വർക്ക്. 7 ദിവസം കണ്ടെത്താൻ വർക്കിനെ അത് ചെയ്യാൻ വരുന്ന ആളുകളുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 7 ദിവസം നമുക്ക് വേണ്ടുന്നത്. അപ്പൊ വർക്ക് ബൈ എയുടെ എഫിഷ്യൻസി. അപ്പൊ വർക്ക് 77 എത്തിയിട്ടുണ്ട്, എയുടെ എഫിഷ്യൻസി 7 എത്തിയിട്ടുണ്ട്. 77/7 11. രണ്ടാമത്തെ ചോദ്യം, എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറും സി എന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കും ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കുമാണ്. അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്ര? എ എന്നത് ബിയിൽ നിന്ന്, അതിന് മുമ്പ് ഡയറക്ഷന്റെ ചിന്ത എന്ന് പറയാം. അങ്ങോട്ട് പോയ ഈസ്റ്റ്, ഇടത്തോട്ട് പോയ വെസ്റ്റ്, മേളിലോട്ട് പോയ നോർത്ത്, താഴോട്ട് പോയ സൗത്ത്. സൗത്ത് തെക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്, നോർത്ത് വടക്ക്, ഈസ്റ്റ് കിഴക്ക്. എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറ്. അപ്പൊ ബി ഇതാണെന്ന് വിചാരിക്കുക. ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? എ സ്ഥിതി ചെയ്യുന്നത്. എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറ്. ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറ്. പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് എ നിൽക്കുന്നത്. സി എന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്ക്. ബിയിൽ നിന്ന് 30 മീറ്റർ വടക്ക്. വടക്കെന്ന് പറഞ്ഞാൽ മേപ്പോട്ട്. അതാണ് സി എന്ന് പറയുന്നത്. 30 മീറ്റർ വടക്ക്. ഡി എന്നത് സിയിൽ നിന്ന് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്ക്. ഇത് 10 മീറ്റർ കിഴക്ക് ഡി എന്ന് പറയുന്നത്. അപ്പൊ എയും ഡിയും തമ്മിലുള്ള, എയിൽ നിന്ന് ഡിയിലേക്കുള്ള കുറഞ്ഞ ദൂരമാണ് ചോദ്യം. ഓക്കെ, എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം.
ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ ഇത് വരച്ചേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ്. ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറായിട്ട് എ നിൽക്കുന്നു. ഓക്കെ. സി എന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്ക. സി ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കെന്ന് പറഞ്ഞാൽ മേളിലാണ് 30 മീറ്റർ. ഓക്കെ. ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കാണ്. ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കാണ്. കിഴക്കെന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ടാണ്. ഓക്കെ. അപ്പൊ എയും ഡിയും തമ്മിലുള്ള അകലെ ഈ ദൂരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ചരിഞ്ഞ വരയാണ്. ഈ ചരിഞ്ഞ വര വെച്ച് നിങ്ങളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. ട്രയാങ്കിൾ. ഓക്കെ. ആ ട്രയാങ്കിളിന്റെ ഈ നീളം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടുന്ന് ഇവിടം വരെ 20 ഇവിടുന്ന് ഇവിടം വരെ 10. അപ്പൊ ഈ 20ഉം ഈ 10 ചേർന്ന് 30 ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഈ 30 ഈക്വൽ അല്ലേ ഇത് 30 അല്ലേ, ഇത് 30 തന്നെയല്ലേ 30. ഒരു ട്രയാങ്കിളിന്റെ ഒരു മട്ടത്രികോണത്തിന്റെ പാദം 30 ലംബവും 30. അങ്ങനെയാണെങ്കിൽ കർണം എത്ര? ഒരു മട്ടത്രികോണത്തിന്റെ പാദവും ലംബവും അറിയാമെങ്കിൽ കർണത്തിന്റെ നീളം കണ്ടെത്താൻ 30ന്റെ സ്ക്വയർ പ്ലസ് 30ന്റെ സ്ക്വയർ ചെയ്താൽ മതി. ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ചെയ്താൽ മതി. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതിന്റെ റൂട്ട് എടുക്കപ്പം കർണം AD കിട്ടും. ഓക്കെ. റൂട്ട് ഓഫ് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എക്സ് പ്ലസ് എക്സ് 2x ആണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ 30ന്റെ സ്ക്വയർ പ്ലസ് 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30ന്റെ സ്ക്വയർ ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? 30ന്റെ സ്ക്വയർ പ്ലസ് 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30ന്റെ സ്ക്വയർ ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? ഇനി നമുക്ക് 30ന്റെ സ്ക്വയർ ഇൻറ്റു 2 ഇതിന്റെ രണ്ടിന്റെ സെപ്പറേറ്റ് റൂട്ട് എടുക്കാം. 30ന്റെ സ്ക്വയർ അതിന്റെ റൂട്ട് എടുക്കണം. 30ന്റെ സ്ക്വയർ അതിന്റെ റൂട്ട് 30 എന്ന് എഴുതാം. 2ന്റെ റൂട്ട് √2 എന്ന് എഴുതാം. 30√2 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ഉണ്ട്. ഓപ്ഷൻ സി 30√2. ആറാമത്തെ ചോദ്യം. എക്സ്, വൈ എന്നിവയുടെ പരസ്പര പൂരകത്തിന്റെ ശരാശരി. പരസ്പര പൂരകം ഇതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് പരസ്പര പൂരകത്തിന്റെ എന്തോന്ന് മനസ്സിലായത് കേട്ടോ. എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കൽ എക്സിന്റെയും വൈന്റെയും പരസ്പര പൂരകം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണ്. എൻ്റെ അറിവുകേടാണ്. നിങ്ങൾക്കും ചിലപ്പോൾ ആ വാക്ക് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ മതിയാവും. അപ്പൊ അതിനകത്ത് കിടപ്പുണ്ട് റെസിപ്രോക്കൽ. റെസിപ്രോക്കലിന്റെ ശരാശരി എത്രയാണെന്നാ ചോദ്യം. ഇപ്പൊ എക്സിന്റെയും വൈന്റെയും റെസിപ്രോക്കലിന്റെ ശരാശരി. എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x ആണ്. വൈന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/y ആണ്. ഓക്കെ. ഇതിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. ക്ലിയർ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് കൂട്ടിയിട്ട് 2 അല്ലേ, 2 കൂട്ടിയിട്ട് പകുതി എടുത്താൽ ശരാശരിയായി. ഇതെങ്ങനെ കൂട്ടുന്നത്? 1 × y. ഇത് ക്രോസ് ചെയ്താൽ മതി. 1 × y പ്ലസ് x × 1 x. ഇത് ക്രോസ് ചെയ്ത് ഗുണിക്കുക. 1 × y എന്നിട്ട് ഈ സൈൻ അവിടെ കൊടുക്കുക. പ്ലസ് x × 1 x ഡിവൈഡ് ബൈ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ xy. ഓക്കെ. /2 ആണ്. /2 നമുക്ക് ഈ 2ന്റെ അടിയിലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2ന്റെ അടി 1 ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതും ഒരു ഫ്രാക്ഷൻ, ഇതും ഒരു ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഈ സാധനം എന്തോ y + x, ഒരു ഭംഗിക്ക് വേണ്ടി x + y എന്ന് എഴുതാം. തിരിച്ചെഴുതിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ. xy ഇൻറ്റു 2/1 തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 1/2. അപ്പൊ എന്തോ കിട്ടും? x + y ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ x + y മുകളിൽ, xy ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2xy താഴെ. ഇതാ നമ്മുടെ ആൻസർ. x + y ഡിവൈഡ് ബൈ 2xy. ഓപ്ഷനെ അങ്ങനത്തെ സാധനം ഉണ്ടോ? x + y ഡിവൈഡ് ബൈ 2xy. ഓപ്ഷൻ ഡി ഉത്തരം. ഓക്കെ അല്ലേ? ഏഴാമത്തെ ചോദ്യം. മിസ്റ്റർ എക്സ് കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. അവൻ ഘടികാര ദിശയിൽ 110 ഡിഗ്രി തിരിഞ്ഞ് എതിർ ഘടികാര ദിശയിൽ 155 ഡിഗ്രി തിരിയുന്നു. ഇപ്പോൾ അവൻ ഏത് ദിശയിലേക്കാണ് അഭിമുഖീകരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. പുള്ളിക്കാരൻ എങ്ങോട്ടോ നിൽക്കട്ടെ, നമുക്ക് ആ പുള്ളിക്കാരൻ തിരിയുന്നതിന്റെ ഒരു കണക്കെടുക്കാം. ആദ്യം അദ്ദേഹം ഘടികാര ദിശയിൽ 110 ഡിഗ്രി തിരിഞ്ഞ്, ഘടികാര ദിശ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസിൽ അദ്ദേഹം 110 ഡിഗ്രി തിരിഞ്ഞു. എന്നിട്ട് എതിർ ഘടികാര ദിശയിൽ മീൻസ് ആന്റി ക്ലോക്ക് വൈസിൽ പുള്ളിക്കാരൻ 155 ഡിഗ്രി തിരിഞ്ഞ്. ആദ്യം ക്ലോക്ക് വൈസ് 110, പിന്നെ ആന്റി ക്ലോക്ക് വൈസ് 155. രണ്ട് എതിർ ദിശയല്ല. ഒരാൾ ക്ലോക്ക് വൈസ് 45 തിരിഞ്ഞ്, എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് 45 തിരിഞ്ഞ് പഴയ പൊസിഷനിലോട്ടല്ലേ വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ആൾറെഡി അയാൾ മൂവ് ചെയ്തിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്താം. ഈ ക്വസ്റ്റ്യനകത്തല്ല ഞാൻ പറഞ്ഞ 45ന്റെ കേസ്. 45 തിരിഞ്ഞ് ക്ലോക്ക് വൈസ്, പിന്നെ ആന്റി ക്ലോക്ക് വൈസ് 45 തിരിഞ്ഞ് അവിടെ റൊട്ടേഷൻ ഇല്ല, അയാൾ പഴയ സ്ഥലത്ത് തന്നെ പോകും. അപ്പൊ യഥാർത്ഥത്തിൽ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഓപ്പോസിറ്റാ.
അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ അയാളുടെ ആക്ച്വൽ തിരിവ് എത്രാന്ന് കണ്ടെത്താൻ ഇവയുടെ ഡിഫറൻസ് എടുത്താൽ മതി. ഒരാൾ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിയുന്നു, ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ആള് ഒരു 45 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞ്, പിന്നെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് 45 ഡിഗ്രി പോയാൽ അവിടെ തന്നെ ചെല്ലും. മനസ്സിലായില്ലേ? ഒരു 45 ഡിഗ്രി തിരിഞ്ഞിട്ട് അയാൾ ഒരു 55 ഡിഗ്രിയാ ഇനി ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ടാണല്ലോ, ആ 45ഉം 10ഉം കൂടെ 55 ഇവിടെ വന്ന് നിൽക്കും. അപ്പം 55 40 നമ്മൾ വ്യത്യാസം 10ന്റെ ഒരു മൂവ്മെന്റ് ആയിരിക്കും അയാൾക്ക് നോർമൽ പൊസിഷനിൽ നിന്ന് ഉണ്ടാവുന്നത്. അതാണ് സത്യം. ഞാൻ ജസ്റ്റ് ഇത് ആദ്യം ഒരു എളുപ്പവഴിയിൽ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഇതിന്റെ യഥാർത്ഥ വഴിയിൽ വരച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലോക്ക് വൈസിൽ 110 ഡിഗ്രി തിരിഞ്ഞ് ആന്റി ക്ലോക്ക് വൈസിൽ 155 ഡിഗ്രി തിരിഞ്ഞ്, ഇത് രണ്ടും എതിർദിശയാണ്. നിങ്ങൾ ഇവ നമ്മളുടെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ 155 110 പോയ എത്ര? 45 ഡിഗ്രി. ഈ ഒരു റൊട്ടേഷൻ മാത്രമായിരിക്കും അയാൾക്ക് ആദ്യം ഉണ്ടായ സ്ഥലത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, ക്ലോക്കും ആന്റി ക്ലോക്കും എതിർദിശ ആയതുകൊണ്ടാണ് തമ്മി മൈനസ് ചെയ്യുക. 155 110 പോയ 45 ഡിഗ്രി. ഈ ഒരു റൊട്ടേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഫിഗർ വരയ്ക്കാൻ പാം. ഇത് നോർത്ത്, വടക്ക്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, ഈ ഒരു വര തൊട്ടേ അടുത്ത വര വരെ 45 ഡിഗ്രിയാണ്. ഈ വര തൊട്ട് ഈ വര വരെ 90 ഡിഗ്രി. അതിന്റെ പകുതിയിലാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇത് തൊട്ട് ഇതുവരെ 45 ഡിഗ്രിയാണ്. അയാൾ എങ്ങോട്ടാ നോക്കിയിരിക്കുന്നത്? കിഴക്കോട്ടാ നോക്കിയിരിക്കുന്നത്. ഇങ്ങോട്ട് കിഴക്കോട്ടാ നോക്കിയിരിക്കുന്നത്, ഇങ്ങോട്ട്. അയാൾ ഈ പരിപാടി എല്ലാം ചെയ്ത് കഴിയപ്പോൾ ഈ ഒരു റൊട്ടേഷൻ ആയിരിക്കും അയാൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഈ ഒരു റൊട്ടേഷൻ എങ്ങോട്ടാ? കൂടുതൽ ക്ലോക്കിലാണോ ആന്റി ക്ലോക്കിലാണോ ഉള്ളത്? ആന്റി ക്ലോക്കിലാ. അപ്പൊ ആ ഒരു റൊട്ടേഷൻ ആന്റി ക്ലോക്കിൽ നിങ്ങൾ നടത്തിയാൽ മതി. അതായത് ആന്റി ക്ലോക്കിൽ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഇപ്പൊ നിൽക്കുന്നതിന്ന് ക്ലോക്ക് വൈസ് അയാൾ 110 ഡിഗ്രി തിരിഞ്ഞ് ആന്റി ക്ലോക്ക് വൈസ് 155 ഡിഗ്രി തിരിഞ്ഞ്, അങ്ങനെയാണ് ഇത് രണ്ട് എതിർദിശയാണ് തമ്മിൽ കുറച്ച് വെക്കുക. അപ്പൊ കുറച്ച് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 45 ഡിഗ്രി കിട്ടും. ഈ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഈ രണ്ടെണ്ണത്തിൽ കൂടുതൽ എന്ത്? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ അത് തന്നെ താഴെ കൊടുക്കുക. ആന്റി ക്ലോക്ക് വൈസ് അയാൾ ഒരു 45 ഡിഗ്രി തിരിച്ചേക്കുക. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ക്ലോക്ക് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ്, ഇങ്ങോട്ട് 45 ഡിഗ്രി. അതായത് ഒരു വര തൊട്ട് അടുത്ത വര വരെ 45 ഡിഗ്രി. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇങ്ങോട്ടായിരിക്കും ഇപ്പൊ അയാൾ നോക്കുന്നത്. നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്കോട്ട്, വടക്ക് കിഴക്ക് ദിശ. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. ഇതിന്റെ എളുപ്പവഴിയാണേ. ക്ലോക്കിൽ 110, ആന്റി ക്ലോക്ക് വൈസ് 155, തമ്മിലുള്ള ഡിഫറൻസ് 45. കൂടുതലുള്ളത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ആ ഡയറക്ഷൻ കൊടുക്കുക. അയാൾ എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്? 40 ഈസ്റ്റിലോട്ട്. അവിടുന്ന് ഒരു 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് കറക്കിയാൽ മതി. ഇനി അല്ലെങ്കിൽ ഇതെങ്ങനെയാ കാണിച്ചു തരാം, ജസ്റ്റ് കേട്ടോണേ. ക്ലോക്ക് വൈസ് അയാൾ 110 ഡിഗ്രി തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുമായിരുന്നു. 110 ഡിഗ്രി ഇവിടുന്ന് ഇവിടം വരെ ആകുമ്പോൾ 45, വീണ്ടും ഒരു 45 90, പിന്നെ 90 110 ആവണമെങ്കിൽ ഒരു 20 ഡിഗ്രി ഇവിടം വരെ വരും. ഓക്കെ, 110 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടം വരെ വരും. അയാൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് അയാൾ അവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് 155 ഡിഗ്രി തിരിഞ്ഞ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് കറങ്ങി 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 ഇവിടം വരെ വരപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണം. ഇവിടുന്ന് കറങ്ങി ഇവിടം വരെ എത്തപ്പോൾ 110 ഡിഗ്രിയാണ്. പക്ഷെ അയാൾ മൂവ് ചെയ്തത് 155 ഡിഗ്രിയാണ്. അപ്പൊ 110 വരെ ആയിട്ടുണ്ട്. ഇനി 155 ഒരു 45 കൂടെ മൂവ് ചെയ്യണ്ടേ. ഇവിടുന്ന് ഒരു 45 ഡിഗ്രിയും കൂടി ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇയാൾ നോക്കുന്നത് നോർത്ത് ഈസ്റ്റ്. അത്രേ ഉള്ളൂ. ഇതാ ഇതിന്റെ യഥാർത്ഥ വഴി കേട്ടോ. നോർത്ത് വടക്ക്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, വടക്ക് കിഴക്ക്. അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. 8ാമത്തെ ചോദ്യം. 30 - 10 300. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. 30 - 10 300. ഈ മൈനസിന്റെ അവിടെ എന്താവപ്പോഴേ ഇത് 300 ആവുന്നേ? ഇൻറ്റു ആവപ്പോഴല്ലേ? 30 × 10 അല്ലേ 300. അപ്പൊ യഥാർത്ഥത്തിൽ മൈനസിന് പകരം ഇൻറ്റു ആണ് ഉപയോഗിക്കേണ്ടത്. ഇൻറ്റുവിന് പകരം ഒരു മൈനസാണ് ഉപയോഗിച്ചത്. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൻറ്റു ആണെന്ന് അവർ യഥാർത്ഥത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ 30 × 10 ആണ് 300. 7നെ എന്ത് ചെയ്യപ്പോഴാണ് 7 4 എന്ത് ചെയ്യപ്പോഴാണ് 11 കിട്ടുന്നത്? പ്ലസ് ചെയ്യപ്പോഴല്ലേ? ഇപ്പൊ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന പ്ലസ് ആണ്. 9 3 എന്ത് ചെയ്യപ്പോഴാണ് 6 കിട്ടുന്നത്? മൈനസ് അല്ലേ? മൈനസ്. 9 - 3 അല്ലേ 6. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ കാൽക്കുലേഷന്റെ വാല്യൂ എത്രയാണെന്ന ചോദ്യം. നമുക്കൊന്ന് നോക്കിയാലോ. 50 മൈനസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻറ്റു 20. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? മൈനസ് 100. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് 10. ഇതാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ല, അതിൻ്റെതായ രീതിയിൽ മാറ്റി എഴുതുക. ഇനി നിങ്ങൾ നോക്ക്, ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. 50 × 20. 50 × 20 1000 അല്ലേ? മൈനസ് 100 പ്ലസ് 10. 1000 നിന്ന് 100 പോയാൽ 900 അല്ലേ? 900 പ്ലസ് 10. 910 ഉത്തരം.
ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ, സമ്മർ എന്നത് റണ്ണർ ആയാൽ വിന്റർ എന്നത് എന്താണെന്നാ ചോദ്യം. സമ്മർ നമുക്കൊന്ന് എഴുതാം. സമ്മർ എന്നത് റണ്ണർ ആണെന്നാ പറഞ്ഞേക്കുന്ന. റണ്ണർ അങ്ങനെയാണെങ്കിൽ വിന്റർ എന്നത് എന്താവുമെന്നാ ചോദ്യം. വിന്റർ നമുക്കൊന്ന് നോക്കാം. ഈ S19 ആണ്, R18 ആണ്. S19 എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? A1, B2, C3, D4 അങ്ങനെ നമ്പർ കൊടുത്ത് നോക്കുമ്പോൾ S19 ലെറ്ററാ, R18 ലെറ്ററാ, 1 കുറഞ്ഞു. ഓക്കെ, 1, 2, 3, 4, 5, 6, 1, 2, 3, 4, 5, 6 എല്ലാം സെയിം ലെറ്റർ ആണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. സോറി, W എത്രാമത്തെ ലെറ്റർ ആണെന്നറിയോ? 23ാമത്തെ ലെറ്ററാ. അപ്പൊ അതിൽ നിന്ന് 1 കുറയപ്പം 22ാമത്തെ ലെറ്റർ V വരും. അപ്പൊ വിയിൽ തുടങ്ങുന്നത് നമ്മുടെ ഉത്തരം. അങ്ങനെ ഒറ്റ ഒരാളേ ഉള്ളു. അപ്പൊ അത് കറുപ്പിച്ചിട്ട് നമുക്ക് പോകാം. നമ്മുടെ ഭാഗ്യം കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ഉത്തരം. വാക്കിന് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് നമ്മൾ വാക്ക് ചെയ്യുന്നത്, വാക്കിന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആകത്തത് B ആ. ഇനി എന്തൊക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ സംഭവിക്കത്തോട്. വേണമെങ്കിൽ അടുത്ത ലെറ്ററോട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സെക്കൻഡ് ലെറ്ററിന് നോ ചേഞ്ച്, യു തന്നെ, PI തന്നെ പിന്നെയും വരും. ഓക്കെ, അപ്പൊ VI. അപ്പൊ VI തുടങ്ങുന്ന അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇനി അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പൊ അടുത്തതിനകത്തോട്ട് പോയ ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ണാടിയിൽ നോക്കിയാൽ 8 മണിയാകാൻ 15 മിനിറ്റ് സമയം എന്ന് തോന്നുന്നു, എങ്കിൽ യഥാർത്ഥ സമയം. അപ്പൊ കണ്ണാടിയിൽ ഒരു സമയം കാണിച്ചിട്ട് യഥാർത്ഥ സമയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ 11:60 എന്ന് കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണാടിയിൽ നോക്കിയാൽ 8 മണിയാകാൻ 15 മിനിറ്റ് വേണം എന്ന് പറഞ്ഞാൽ എത്ര സമയമായി കാണും? കണ്ണാടിയിൽ എത്ര സമയമായി? 8 മണിയാവാൻ 15 മിനിറ്റ് ഉണ്ട്. 8 മണിയാവാൻ 15 മിനിറ്റ് ഉണ്ട്. 8:15 നല്ല പറയുന്നേ. 8 മണിയാവാൻ ഒരു 15 മിനിറ്റ് കൂടെ കാത്തിരിക്കണം. എന്നുവെച്ചാൽ 8 മണിക്ക് 15 മിനിറ്റ് മുമ്പ് 7:45 അല്ലേ? അപ്പൊ കണ്ണാടിയിൽ കാണുന്ന സമയം 7:45 ആണ്. അപ്പൊ 7:45 ആയ ഇനി 8 മണിയാവാൻ 15 മിനിറ്റ് കൂടെ ഇല്ലേ? ഇനി ഇതിന്റെ പ്രതിബിംബ സമയം കണ്ടുപിടിക്കുന്ന കഥ. ഇതാ പ്രതിബിംബ സമയം. ഇതിന്റെ ഒറിജിനൽ സമയം കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം? 11:60 കുറച്ചാൽ മതി. അപ്പൊ 11:60 7:45 കുറയ്ക്കുക. 5 6 എന്ന് പറഞ്ഞാൽ അങ്ങ് പോയിട്ടുണ്ട്. 5 4 1, 11 4 7 എത്ര? 4. 11 7 4 അല്ലേ? അപ്പൊ 4 15 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർന്നിരിക്കുകയാണ്. വീണ്ടും കാണാം.